രാസായുധങ്ങൾ അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് കീഴിലാക്കാൻ സിറിയയെ പ്രേരിപ്പിക്കുന്ന റഷ്യയുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് നയതന്ത്ര പരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വന്നത്. റഷ്യയുടെ മാർഗരേഖ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവും ചർച്ച ചെയ്യും. ജനീവയിൽ നാളെയാണ് കൂടിക്കാഴ്ച. ഇതിനിടയിലാണ് രക്ഷാസമിതി അംഗങ്ങളുടെ പ്രതിനിധികൾ ന്യൂയോർക്കിൽ ഒത്തുചേരുന്നത്. സിറിയയ്ക്കെതിരെ UN ചാർട്ടർ പ്രകാരമുള്ള സൈനിക നീക്കത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയവുമായി ഫ്രാൻസും രംഗത്തുണ്ട്. 2.5 വർഷമായി തുടരുന്ന സിറിയൻ പ്രശ്നം അവസാനിപ്പിക്കാത്തത് രക്ഷാസമിതിയുടെ പരാജയമാണെന്നാണ് ബാൻ കി മൂൺ പറഞ്ഞത്. Our collective failure to prevent atrocity crimes in Syria of the past 2.5 years will remain a heavy burden on the standing of the United Nations and its member states. സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ്. അഭയാർത്ഥികളെ സ്വീകരിക്കാമെന്നുള്ള ജർമ്മനിയുടെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ 110 പേരുടെ ആദ്യ സംഘം ജർമ്മനിയിലെത്തി. ചാർട്ടർ ചെയ്ത വിമാനത്തിലെത്തിയ സംഘത്തെ ജർമ്മനിയുടെ ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചു. അതേസമയം സൈനിക നീക്കം തൽക്കാലം മരവിപ്പിച്ച് നയതന്ത്ര പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒബാമയുടെ നടപടിയെ സിറിയയിലെ പ്രതിപക്ഷം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.